കണ്ണൂരിൽ സീറ്റില്ല എന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ ഒരുപക്ഷെ കോൺഗ്രസ് ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന രീതിയിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. 12 മണിക്ക് ഡൽഹിയിൽ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജീവ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒന്ന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ UDF-നും കോൺഗ്രസിനും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഒന്ന്, ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഏതാണ്ട് വട്ടപൂജ്യമാകുകയാണ്. ഉത്തരഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏക ഭരണമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് എന്ന ഒരു ചെറു സംസ്ഥാനം മാത്രമാണ്. നേരെ ദക്ഷിണ ഭാരതത്തിലേക്ക് എത്തിയാൽ അവിടെ കർണാടകയും തെലങ്കാനയും ഉണ്ട്. അതിൽ കർണാടകയിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. കാരണം അവിടെ DKയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയും തമ്മിൽ പൊരിഞ്ഞതല്ലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേവലം 3 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ഒരു ചെറു പാർട്ടിയായി കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ഒതുങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിലെങ്കിലും ഒരു തുടർഭരണം എന്ന ലക്ഷ്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അപ്പോൾ ആ സ്വപ്നങ്ങളെ, ലക്ഷ്യങ്ങളെയെല്ലാം ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള നീക്കമാണോ ഇനിയും സുധാകരൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുക? തീർച്ചയായും ഗൗതം, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം കെ സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താനില്ല എന്ന് കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. തന്നെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി കേന്ദ്ര നേതൃത്വം അപമാനിച്ചു എന്നാണ് കെ സുധാകരൻ തൻ്റെ അനുയായികളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി വിടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം എത്തിയതും. മാത്രമല്ല, സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കും കെ സുധാകരൻ എത്തി എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നവരെ. ഇപ്പോഴും അനുനയ നീക്കങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കോൺഗ്രസ് ഏറ്റുവാങ്ങിയതോടുകൂടിയാണ് അന്ന് AI ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഒഴിവാക്കുന്നതിനായി കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായി VD സതീശനെ കൊണ്ടുവരുന്നു. ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന ആവശ്യം ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിരുന്നു. AI ഗ്രൂപ്പുകൾ സംയുക്തമായാണ് അത്തരമൊരു ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. എന്നാൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരം കേരളത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നു എന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒതുക്കുന്നതിന് വേണ്ടി VD സതീശനെയും അതുപോലെ തന്നെ കെ സുധാകരനെയും തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. ഇരുവരും ഒരുമിച്ച് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയെങ്കിൽ പിന്നീട് കാണുന്നത് കെ സുധാകരൻ തന്നെ അവഗണിക്കുന്നു, തുടർച്ചയായി VD സതീശൻ അവഗണിക്കുന്നു എന്ന പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുന്നതാണ്. ഈ പരാതിയിൽ ഒരു തീരുമാനവും എടുക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല. തുടർച്ചയായി അവഗണന അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. KPCC ആസ്ഥാനത്ത് നടക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ പോലും അന്ന് അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ അറിയാറുണ്ടായിരുന്നില്ല. നയപരമായ തീരുമാനങ്ങൾ പോലും VD സതീശൻ സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കുന്നു. മാത്രമല്ല, KC വേണുഗോപാലുമായി മാത്രം ആലോചിക്കുന്നു. ഒരു ഡമ്മിയായി കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വികാരം കോൺഗ്രസിൽ വളരെ ശക്തമായി ഉയർന്ന ആ ഘട്ടത്തിലാണ് കെ സുധാകരൻ ആദ്യം പോര് തുടങ്ങുന്നത്. ഇതിനെ തുടർന്ന് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. VD സതീശനും KC വേണുഗോപാലും ചേർന്നെടുത്ത തീരുമാനം മാത്രമാണ് ഇത് എന്ന വലിയ തരത്തിലുള്ള ആരോപണം ഉയരുന്നു. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി കെ സുധാകരന് ഉറപ്പ് കൊടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും, സ്ഥാനാർത്ഥിത്വം നൽകും എന്ന ഉറപ്പ് നൽകുന്നത്. ആ ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പാലിക്കാതിരിക്കുന്നത്. ഇപ്പോഴും KC വേണുഗോപാലും അതുപോലെ തന്നെ VD സതീശനും പറയുന്നത് മാത്രം കേട്ട് കേന്ദ്ര നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നാണ് കെ സുധാകരന്റെ പൊതുവായ വികാരം. തുടർച്ചയായി അവഗണന. ആ അവഗണനയിൽ മനംതൊന്നാണ് കെ സുധാകരൻ ഇപ്പോൾ പടിയിറങ്ങാൻ ഒരുങ്ങുന്നത്. 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിൽ കെ സുധാകരൻ സ്വീകരിക്കുന്ന നിലപാട് ഏതായാലും കോൺഗ്രസിന് നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ കെ സുധാകരന് വലിയ അനുയായികളുണ്ട്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കെ സുധാകരനെ ആരാധിക്കുന്നവരാണ്. അവരുടെ ഒരു വൈകാരികമായ പ്രകടനങ്ങൾ ഇതിനുശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കോൺഗ്രസിന് വീണ്ടും ഭരണത്തിലേറുക, അല്ലെങ്കിൽ 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുകയാണ്, വീണ്ടും ഭരണത്തിലേക്ക് വരികയെന്ന കോൺഗ്രസിൻ്റെ ആ ആഗ്രഹത്തിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതെല്ലാം ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കെ സുധാകരൻ എന്ന ഒറ്റ നേതാവിൽ തട്ടി കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളത്. ഏതായാലും കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുന്നുവെങ്കിലും കെ സുധാകരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലുമായി നടത്തിയ ചർച്ചയിലും അതേ നിലപാട് തന്നെയാണ് കെ സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നു പോകുന്നതെന്ന് നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ കുറെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കെ സുധാകരനെ കോൺഗ്രസ് തുടർച്ചയായി അവഗണിക്കുക തന്നെയാണ്. രാജീവ്, ഞാൻ രാജീവിലേക്ക് മടങ്ങിയെത്താം.